ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ വന്നയാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അർജുൻ. തുടർന്ന് ഭാമ വിഷ്ണുവിനെ വിളിക്കുകയാണ്. വിഷ്ണു എവിടെ? വിഷ്ണുവിനെ വിളിക്ക്, ഇവനെ ഇപ്പൊ തന്നെ ശരിയാക്കണം. അതേസമയം ഡോക്ടർ അബ്ദുൾ ഖാദർ അങ്ങോട്ടേക്ക് വരികയാണ്. ഡോക്ടർ എന്താ ഇവിടെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഡോക്ടർ പ്രീതിയുടെ അടുത്തേക്ക് വരുന്നു. അല്ല, വിഷ്ണു എവിടെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഡോക്ടർ അർജുനോട് പറയുകയാണ്, അയാളുടെ മുഖംമൂടിയൊന്ന് ഊരിയാട്ടെ. അങ്ങനെ മുഖംമൂടി വരുമ്പോൾ അത് മറ്റാരുമല്ല, വിഷ്ണു ആയിരുന്നു. വിഷ്ണുവിനെ കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ശാലിനിയോട് ക്ഷമ ചോദിക്കുകയാണ്. ശാലിനി അറിയാതെ ഞാനും വിഷ്ണുവും തമ്മിൽ ഒരുക്കിയ ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ശാലിനി ക്ഷമിക്കണം, ഞാൻ കാരണം ശാലിനിക്ക് ഇത്തിരി വേദനയൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? പക്ഷേ വേദന ഉണ്ടെങ്കിലും നമ്മുടെ പ്രീതി ഇപ്പോൾ തിരികെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രീതി സംസാരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതിന് എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പ്രീതിയെ നോക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഒരു പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, എനിക്ക് പ്രീതിയെ ഒന്ന് പരിശോധിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. ഒരാൾക്ക് മാത്രം ഇവിടെ നിൽക്കാം. തുടർന്ന് ഭാമ പൊന്നിയോട് പ്രീതിയുടെ ഒപ്പം നിൽക്കാൻ പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം വസുമതിയും അങ്ങോട്ടേക്ക് വരുന്നു. പ്രീതിയുടെ കാര്യം അറിയുന്ന വസുമതിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് വസുമതി പറയുകയാണ്, രാഘവേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അർജുന് വേറെ കല്യാണം ആലോചിക്കുമെന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല വസുമതി. എനിക്കും വസുമതിയുടെ അവസ്ഥ മനസ്സിലാകുമെന്നും രാഘവൻ നായർ പറയുന്നു. അതേസമയം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മനസ്സിൽ പറയുകയാണ് സുസ്മിത. പത്മാവതിയെ പൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എന്താണെങ്കിലും തിരികെ അങ്ങോട്ടേക്ക് ചെല്ലാനാകില്ല. അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഇനി ഞാനിപ്പോ എങ്ങോട്ടേക്കാ പോവുക? ഇവിടെ നിന്നാൽ എന്താണെങ്കിലും എനിക്ക് പണി ഉറപ്പാ. നൈസായിട്ട് മുങ്ങാമെന്ന് പറഞ്ഞ് സുസ്മിത അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, അല്ല സുസ്മിത എവിടെ പോകുന്നു? അത് പിന്നെ ആന്റി, താഴെ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നോക്കാൻ. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, സുസ്മിത ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് ഭാമ പറയുമ്പോൾ വസുമതിയും പറയുകയാണ്, അതെ, പഞ്ചകൈലാസത്തിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നേ ഞങ്ങൾക്കറിയണം. അതുകൊണ്ട് സുസ്മിത ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കണം. ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ഡോക്ടർ എല്ലാവരെയും അകത്തേക്ക് വിളിക്കുന്നു. പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് പഞ്ചകൈലാസത്തിൽ നടന്ന കാര്യങ്ങള് വസുമതി പ്രീതിയോട് ചോദിക്കുമ്പോൾ പ്രീതി ഓരോന്നായിട്ട് ഓർത്തു പറയുകയാണ്. പ്രീതിയുടെ ഓരോ വാചകങ്ങളും കേട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സുസ്മിത. പഞ്ചകൈലാസത്തിലേക്ക് യാത്ര തിരിച്ചതും അവിടെ പോയി യന്ത്രം സ്ഥാപിച്ചതും പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയി തൊഴുതതും വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രീതി പറയുന്നു. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രീതി അതെല്ലാം ഓർക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് പ്രീതിയുടെ BP കൂടുന്നു. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, പ്രീതി റിലാക്സ് ആയിട്ടിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും പ്രീതി ഇപ്പോൾ ഓർക്കണ്ട, എല്ലാം സമാധാനമായി ഓർത്തെടുത്താൽ മതി. ആരും പ്രീതിയെ കൂടുതലായി ടെൻഷൻ ആക്കരുതെന്നും ഡോക്ടർ പറയുന്നു. എല്ലാവർക്കും പുറത്തേക്ക് പോകാമെന്നും പ്രീതി റെസ്റ്റ് എടുക്കട്ടെ എന്നും ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകുന്നു. തുടർന്ന് സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് ഡോക്ടർ. പ്രീതി സംസാരിക്കുന്നതനുസരിച്ച് സുസ്മിതയ്ക്ക് പേടി കൂടി വരുന്നതൊക്കെ ഡോക്ടർ ശ്രദ്ധിക്കുന്നു. ഡോക്ടറുടെ നോട്ടം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്ന സുസ്മിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.